ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രഭാതത്തിൽ നാം കേൾക്കുന്ന വചന പുലരിയിലേക്ക് എന്നും ജീവിക്കുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഈ ഭൂമിയിൽ അധികം പേര് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ പിറുപിറുക്കുന്നവരാണ്. എന്ന് വെച്ചാൽ എനിക്ക് ലഭിക്കാതെ പോകുമ്പോൾ എൻ്റെ ആവശ്യത്തിനും എൻ്റെ ആഗ്രഹങ്ങൾക്കും അനുസരിച്ച് എനിക്ക് എപ്പോഴാണ് എന്ത് ലഭിക്കാതെ പോയാലും നമ്മുടെ ഉള്ളിന് പുറമേ നമ്മൾ പറഞ്ഞില്ലെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ചില പിറുപിറുക്കും. ചിലരങ്ങനെയല്ല, നമ്മൾ പുറമേ ഇങ്ങനെ പിറുപിറുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ആയാലും ഇങ്ങനെ ആയാലും ഇങ്ങനെ. ചില പ്രായം ചെന്നവരൊക്കെ അങ്ങനെ പറയുന്നുണ്ടെന്ന് പലപ്പോഴും പല മക്കൾ വിളിച്ചു പറയാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പിറുപിറുക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ ഇവിടെ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവിടെ ജനം വെള്ളത്തിന് ദാഹിച്ചതിനാൽ അവർ മോശയ്ക്കെതിരെ പിറുപിറുത്തു. നീ ഞങ്ങളെ മിസ്രയീമിൽ നിന്ന് കയറ്റിക്കൊണ്ട് വന്നത് എന്തിനാണ്? ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ മൃഗങ്ങളെയും ദാഹത്താൽ കൊല്ലേണ്ടതിനാണോ എന്നവർ ചോദിച്ചു. അപ്പോൾ 4-ാം വാക്യത്തിൽ മോശ കർത്താവിന് മുമ്പാകെ പ്രാർത്ഥിച്ചു, പറഞ്ഞത്, ഞാൻ ഈ ജനത്തോട് എന്തു ചെയ്യേണ്ടു? അല്പസമയത്തിനുള്ളിൽ അവർ എന്നെ കല്ലെറിയുമല്ലോ. അപ്പോൾ പിറുപിറുക്കാൻ കാരണം അവർ ദാഹിച്ചപ്പോൾ വെള്ളം ലഭിച്ചില്ല എന്നുള്ളതാണ്. മോശ ഈ കഷ്ടപ്പെട്ട് ഫറവോൻ്റെ അടിമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ട് 10 ബാധയെല്ലാം വിട്ടു ഫറവോയുടെ ഹൃദയം കഠിനമായിട്ടും എല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് വാഗ്ദത്ത ഭൂമിയിലേക്ക് കൊണ്ടുപോകുക എന്ന് ഓർക്കണം. ദൈവം പറഞ്ഞ കൽപ്പിച്ചനുസരിച്ച് കനാനിലേക്ക് പോവുകയാണ്. എല്ലാ സമൃദ്ധമായ ദേശത്തേക്ക് പോകുന്ന ജനത്തിൻ്റെ അവസ്ഥയാണ് മോശയ്ക്കെതിരെ പിറുപിറുക്കുക. എന്താണ്? ദാഹിച്ചപ്പോൾ വെള്ളം കിട്ടിയില്ല. പിറുപിറുക്കുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്ത്, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കാതെ പോകുമ്പോൾ പിറുപിറുക്കുന്നെങ്കിൽ ആ സ്വഭാവം മാറ്റുന്നതാണ്. ഇവിടെ മോശ ദൈവത്തോട് തന്നെ ജനത്തിന് വേണ്ടി ചോദിക്കുന്നു, ഞാൻ എന്താ ചെയ്യണ്ടേ? ഇപ്പോൾ ദൈവം പിന്നെ വെള്ളം കൊടുക്കുന്നതൊക്കെ നമുക്ക് താഴെ വായിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് പിറുപിറുക്കുന്ന സ്വഭാവത്തിൽ നിന്നും ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, എനിക്ക് ഇന്ന് ദാരിദ്ര്യമാണെങ്കിൽ, ഇന്ന് പട്ടിണിയാണെങ്കിൽ, ദൈവമേ അത് തന്നതിന് ഞാൻ നന്ദി പറയും. പക്ഷെ നാളെ ദൈവം എനിക്കിത് നന്മയാക്കി മാറ്റും, എൻ്റെ ഈ അവസ്ഥ മാറുമെന്ന വിശ്വാസത്തിലേക്ക് വളരുവാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മുടെ ഈ വിശ്വാസ ജീവിതം വെറുതെ ആയി പോകും പ്രിയമുള്ളവർ. അതുകൊണ്ട് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക. പിറുപിറുക്കുന്ന സ്വഭാവം ഇനി എനിക്കുണ്ടാകാതിരിക്കാൻ, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ, എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് എടുത്തു മാറ്റുവാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ. ആമീൻ.